Hello dears, let us move to the activities of unit number 5, the melody of rain. A grand adventure awaits you. The thunder rumbled. The raindrops are ready to leap. What would be their thoughts at that time? അപ്പോൾ മഴത്തുള്ളി ഇങ്ങനെ താഴോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ് മഴത്തുള്ളിയുടെ ചിന്തകൾ, തോട്ട്സ് ഉണ്ടാവുക എന്നാണ് എഴുതേണ്ടത്. ഐ ഫെൽറ്റ് സോ എക്സൈറ്റഡ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നു. ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് ദ ക്ലൗഡ് ബിഫോർ. ഞാൻ ഇതുവരെ ക്ലൗഡിൻ്റെ പുറത്ത് പോയിട്ടില്ല. ദിസ് ഈസ് മൈ ഫസ്റ്റ് ജേണി ഔട്ട്സൈഡ് ദ ക്ലൗഡ്. ഇതെൻ്റെ ആദ്യത്തെ ജേണിയാണ് ക്ലൗഡിൻ്റെ പുറത്തോട്ടില്ലേ. എവ്രിതിങ് ലുക്സ് ന്യൂ ആൻഡ് ബ്രൈറ്റ്. എല്ലാം കാണുമ്പോൾ പുതിയത് നല്ല തിളക്കമുള്ളതായി തോന്നുന്നു. ഐ ക്യാൻ സീ ലൈറ്റ്നിങ് ആൻഡ് ഹിയർ തണ്ടർ കോളിംഗ് മീ. എനിക്ക് ലൈറ്റ്നിങ് കാണാം, തണ്ടർ എന്നെ വിളിക്കുന്നത് കേൾക്കാം. ഐ ആം വണ്ടറിങ് വാട്ട് ദ എർത്ത് വിൽ ബി ലൈക്ക്. എങ്ങനെയായിരിക്കും ഭൂമി എന്നോർത്ത് എനിക്ക് അത്ഭുതമുണ്ട്. ഹൂ വിൽ വെൽക്കം മീ ഡൗൺ ദർ. ആരായിരിക്കും എന്നെ അവിടെ സ്വീകരിക്കാനുണ്ടാവുക. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫൺ ആൻഡ് ബ്യൂട്ടിഫുൾ ട്രിപ്പ്. ഇതെന്തായാലും ഒരു ഫണ്ണും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രിപ്പായിരിക്കും. സോ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ തോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. ഡൗൺ ആൻഡ് ഡൗൺ വി വർ ഫാളിംഗ് ടുഗെദർ. വി ലാഫ്ഡ് ആൻഡ് ഷൗട്ടഡ്. Oh, what a fun! The raindrops saw beautiful sights from above. Describe the scene with the help of the picture. അപ്പോൾ റെയിൻഡ്രോപ്പ് താഴോട്ട് നോക്കിയപ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കിയിട്ട് റെയിൻഡ്രോപ്പ് കണ്ട ഫീലിങ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. അപ്പോൾ ദ റെയിൻഡ്രോപ്പ് സോ എ ഹ്യൂജ് ഫീൽഡ് ബിലോ. താഴെ വലിയൊരു ഫീൽഡ് കണ്ടു. ദ ഫാമർ വാസ് സ്മൈലിംഗ് ആൻഡ് ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്കൈ. അപ്പോൾ മഴ പെയ്യാൻ പോകുമ്പോൾ ഫാമർ സ്മൈൽ ചെയ്തുകൊണ്ട് ആകാശം നോക്കുമായിരുന്നു. ചിൽഡ്രൻ വർ ഡാൻസിങ് ആൻഡ് ക്ലാപ്പിംഗ് ഹാപ്പിലി ഇൻ ദ റെയിൻ. കുട്ടികൾ മഴയിൽ ഡാൻസ് ചെയ്യുകയും കൈകൊട്ടി ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ലുക്ക് ഫ്രഷ് ആൻഡ് ഗ്രീൻ. ട്രീസും പ്ലാന്റ്സൊക്കെ നല്ല ഫ്രഷും ഗ്രീനുമായി. ദ ഹോൾ എർത്ത് സീം ടു ഷൈൻ വിത്ത് ജോയ്. ആ ഭൂമി മുഴുവൻ സന്തോഷത്തോടെയായിരുന്നു അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. ദ റെയിൻഡ്രോപ്പ് ലാൻഡഡ് ഓൺ ദ കാറ്റ് വിത്ത് എ സോഫ്റ്റ് സ്പ്ലാറ്റ്. The cat shook its fur angrily. Write the conversation between the raindrop and the cat. അപ്പോൾ നമ്മൾ റെയിൻഡ്രോപ്പ് വന്ന് കാറ്റിൻ്റെ പുറത്ത് വീണു അല്ലേ. അപ്പോൾ കാറ്റും റെയിൻഡ്രോപ്പും തമ്മിലുള്ള കോൺവെർസേഷൻ. കാറ്റ്: ഹായ്, ഹൂ ആർ യു? നീ ആരാ? റെയിൻഡ്രോപ്പ്: ഐ ആം എ റെയിൻഡ്രോപ്പ്. ഐ ജസ്റ്റ് ഫെൽ ഫ്രം ദ ക്ലൗഡ്. ഞാൻ റെയിൻഡ്രോപ്പാണ്, ഞാനിപ്പോൾ ക്ലൗഡിൽ നിന്ന് താഴോട്ട് വീണതാണ്. ഓ നോ, യു മെയ്ഡ് മൈ ഫർ ഓൾ വെറ്റ്. നീ എൻ്റെ ഫഴക്കാകെ നനച്ചു. റെയിൻഡ്രോപ്പ്: ഐ എം സോറി, ഐ ഡിഡ്ന്റ് മീൻ ടു. എന്നോട് ക്ഷമിക്കണേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. കാറ്റ്: ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. യു മേക്ക് ദ എർത്ത് കൂൾ ആൻഡ് ഫ്രഷ്. നീ ഏതായാലും ഭൂമി നല്ല തണുപ്പും ഫ്രഷൊക്കെ ആക്കുന്നതല്ലേ. റെയിൻഡ്രോപ്പ്: താങ്ക് യു, ഐ എം ഹാപ്പി ടു ഹെൽപ്പ്. നന്ദി, സഹായിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നെക്സ്റ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ കാറ്റ് ആൻഡ് റെയിൻഡ്രോപ്പ് ഇൻ യുവർ ക്ലാസ്. ക്ലാസ്സിൽ ഇത് ഒന്ന് എന്ത് ചെയ്യണം, അഭിനയിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 5. Water is very precious. It's our duty to conserve it. A sample slogan is given below for conserving water. Write similar slogans. അപ്പോൾ water is precious. It's our duty to conserve it. ഇതുപോലെയുള്ള ഒരുപാട് കോട്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കുറച്ച് കോട്ട്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കൺസർവേഷൻ, വെള്ളത്തിനെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച്. എവ്രി ഡ്രോപ്പ് ഈസ് പ്രഷ്യസ്. ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ് അല്ലേ. സേവ് വാട്ടർ, സേവ് ലൈഫ്. Don't waste a drop. Water is life. Treat it right. Conserve water for the future. If you conserve, it will serve. Be water saver, not water waster. ഈ രീതിയിൽ നിങ്ങൾക്ക് കോഡ്സ് എഴുതാം. നെക്സ്റ്റ്. Suddenly, I heard a loud boom. The word boom is a word representing sound. Can you find other similar words from the story? Write them below. അപ്പോൾ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡാണ് ബൂം. അതുപോലെ വേറെ എന്തെങ്കിലും വേർഡ്സ് നിങ്ങൾക്ക് ഈ സ്റ്റോറിയിൽ കാണുന്നുണ്ടോ? വി, സ്പ്ലാഷ്, സ്പ്ലാറ്റ്, വാവ്. ഇതും നമ്മൾ സൗണ്ട്സിനെ റെപ്രസെൻറ്റ് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് അല്ലേ ഈ ലിസ്റ്റിനുള്ളത്. റംബിൾ, മുഴങ്ങുക, ഷൗട്ട്, അട്ടഹസിക്കുക, റസിൽ, നമ്മുടെ എന്താ പറയുക, കാറ്റിൻ്റെ മർമരം എന്നൊക്കെ പറയാറില്ലേ, അത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വേർഡ്സ് വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ അണ്ടർലൈൻഡ് വേർഡ്സ്. ദ ഫ്ലവേഴ്സ് വേവ്ഡ് ജെന്റ്ലി. ദ ബേർഡ്സ് ഫ്ലട്ടേർഡ് ഇൻ സെർച്ച്
of their nest. The underlined words show past action. നമുക്കറിയാം ഒരു വേർഡ്, ഒരു വെർബിൻ്റെ, ഒരു ആക്ഷൻ വേർഡിന് പ്രസൻറ്റ്, പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രൂപങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നൗ റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ പാസ്റ്റ് ഫോം ഓഫ് ദ വേർഡ്സ്. ഇവിടെ തന്നിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് ഇവിടെയുള്ള ബ്ലാങ്ക്സിൽ പാസ്റ്റ് ഫോം വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ദീപു ലവ്സ് ടു പ്ലേ ഫുട്ബോൾ. ദീപുവിന് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. യെസ്റ്റർഡേ ഹി ഡാഷ് ഫുട്ബോൾ. അപ്പോൾ പ്ലേ കൊടുത്തത് നമുക്ക് പ്ലേഡ് എന്ന് കംപ്ലീറ്റ് ചെയ്യാം. വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഇൻ ദ സ്കൂൾ പ്ലേ ഗ്രൗണ്ട്. ഹി ഡാഷ് ജമ്പ്, പാസ്റ്റ് ഈസ് ജംപ്ഡ്. ഹൈ ആൻഡ് കിക്ക്, പാസ്റ്റ് ഈസ് കിക്ക്ഡ്. ദ ബോൾ റോൾ, റോളിൻ്റെ പാസ്റ്റ് റോൾഡ് ഡയറക്ട്ലി ഇൻ ടു ദ ഗോൾ പോസ്റ്റ്. Everyone congratulate, past is congratulated him. When it was time to go, he walk in the past walked back home. സോ ഈ രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് ആക്ഷൻ വേർഡ്സിൻ്റെ പാസ്റ്റ് വേർഡ്സ് പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ്, the 6 pictures from the story given below are jumbled. Describe each in a sentence, then write the correct order in the box. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് കഥയിൽ നിന്നുള്ള. അതിന് നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള സെൻറ്റൻസ് എഴുതണം. ഒന്നാമത്തത് കൊടുത്തിട്ടുണ്ട്, പിന്നെ നിങ്ങളതിനെ കറക്റ്റ് ഓർഡറും ആക്കണം. ഫസ്റ്റ്, the river looked like a silver thread. The fields and gardens were like a green carpet. അപ്പോൾ ഇതാണ് അതിന് പറ്റിയ സെൻറ്റൻസ്. നെക്സ്റ്റ്, ഇതിനെന്താ? the sky turned orange in color. The leaves of the paddy rustled gently in the breeze. അതാണ് ഈ ഒരു പിക്ചറിന് മാച്ച് ആയിട്ടുള്ള സെൻറ്റൻസ്. നെക്സ്റ്റ്, റെയിൻബോ ആയിട്ട് the sun shone through raindrops. It became colorful rainbow. Is it? The children are happy. അതും കൂടെ വേണമെങ്കിൽ ചേർക്കാം. നെക്സ്റ്റ്, raindrops are falling into the soil. It gave the plants thirsty roots a drink of water. Is it? Okay. Next, the cat became angry when the raindrop landed on cat with a soft splat. Next, raindrop and friends coming down from fluffy cloud. സോ ഇതിന് നമ്മൾക്ക് ഓർഡർ കറക്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തെറ്റിച്ചിട്ടാണ് ഓർഡർ തന്നുള്ളത്. ഫസ്റ്റ് ഏതാണ്? 6, 3, 5, 4, പിന്നെ 2, 1. ഓക്കെ, തിരിച്ച് നമ്മുടെ റെയിൻ ഡ്രോപ്പ് മുകളിലോട്ടേക്ക് പോയി. നെക്സ്റ്റ്, let us read and appreciate the go the boats. Dark brown is the river, golden is the sand. It flows along forever, with trees on either hand. Green leaves are floating, castles of the foam. Boats of mine are boating, where we'll all come home. On goes the river, and out past the mill, away down the valley, away down the hill, way down the river, 100 miles or more. Other little children shall bring my boats ashore. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസണിൻ്റെ ഒരു പോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പോം വായിച്ച് മൊത്തം മീനിങ് കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാൽ മതി. ലെറ്റ് us explore the poem. What are the things floating on the river? അപ്പോൾ ക്വസ്റ്റ്യന് നമ്മൾ എക്സാമിനൊക്കെ തരുന്നത് പോലെ ജസ്റ്റ് വായിച്ചു നോക്കുക. ഇതിനകത്ത് ഫ്ലോട്ട് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാ ഗ്രീൻ ലീവ്സ് അതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതെവിടെ എഴുതാം? ഗ്രീൻ ലീവ്സ്, കാസിൽസ് ഓഫ് ഫോം ആൻഡ് പേപ്പർ ബോട്ട്സ്. നെക്സ്റ്റ്, ഹൗ ഡസ് ദ പോയിറ്റ് ഡിസ്ക്രൈബ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ റിവർ? റിവറിൻ്റെ മൂവ്മെൻറ്റിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം.
Yes. The on goes the river and out past the mill away down the valley. അപ്പോൾ അതാണ് നമുക്കിവിടെ എഴുതേണ്ടത്. The river flows along forever, passing by the mill, valley and down the hill. നെക്സ്റ്റ്, വിച്ച് ലൈൻ ഇൻ ദ പോം ഡു യു ലൈക്ക്? ഈ പോയത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈൻ ഏതാണ്? ഞാനിവിടെ എഴുതിയിരിക്കുന്നത് അതർ ചിൽഡ്രൻ അതാവാം, അല്ലെങ്കിൽ ഷാൽ ബ്രിങ് മൈ ബോട്ട്സ് ഷോർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈൻസ് നിങ്ങൾക്ക് അവിടെ എഴുതാം. നെക്സ്റ്റ്, റീഡ് ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. താഴെ തന്നിരിക്കുന്ന വേർഡ്സ് വായിച്ചിട്ട് അതിനകത്ത് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സ് വന്ന് നോട്ട് ചെയ്യുക. ദ റിവേഴ്സ് ഫ്ലോയിങ് ഡൗൺ ദ ഹിൽ. ഇറ്റ്സ് മൂവിങ് ഫാസ്റ്റ് ആൻഡ് നെവർ സ്റ്റിൽ. The hill, here the hill and still are rhyming words. Pair the following words and write them in the space given below. അപ്പോൾ ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന വേർഡ്സ് നിങ്ങൾ മാച്ച് ചെയ്യണം. സോ റിവർ, forever. Foam, it's home. Sand, hand. A boating, a floating. More, ashore. Hill, mill. ഈ രീതിയിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, അതുപോലെ കമ്പൈൻ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ്, helping cloud. Here you can see a picture story. Let us read that. A cloud rolled along merrily in the sky. It danced with the sun so high. It made a shadow below. ഈ സ്റ്റോറി ഒന്നും വായിക്കുമ്പോൾ നമ്മളിങ്ങനെ മൊത്തം മീനിങ് പറഞ്ഞ് അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷാണ്. മൈ ഫെദേഴ്സ് ആർ ഡസ്റ്റി. നമ്മൾ പീക്കോക്ക് പറയാണ്. വൈ ഡോണ്ട് യു റെയിൻ? ദ പീക്കോക്ക് ക്രൈഡ്. അപ്പം മഴ പെയ്യാത്തതിൻ്റെ വിഷയമാണ് അവിടെയൊക്കെ സംഭവിക്കുന്നത്. നെക്സ്റ്റ്, നമുക്ക് ഓരോരുത്തർ എന്താ പറയുന്നത് നോക്കാം. ഫിഷ് പറയാണ്, ദ പൂൾ ഈസ് ഡ്രൈ, പ്ലീസ് റെയിൻ, ഐ നീഡ് മോർ വാട്ടർ. ദ ഫിഷ് ബെഗ്ഡ്. ബെഗ്ഡ് മീൻസ് യാചിച്ചു. ഫാമർ എന്താ പറയുന്നത്? മൈ ക്രോപ്സ് ആർ ഡൈയിങ്, പ്ലീസ് റെയിൻ. ദ ഫാമർ പ്ലീഡഡ്, പ്ലീസ് ഒന്ന് മഴ പെയ്യോ, കേണപേക്ഷിച്ച് ഫാമർ ചോദിക്കുകയാണ്. നെക്സ്റ്റ്, ബോയ്. നമ്മുടെ ചിൽഡ്രൻ, കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോയ് സോനുവിന് എന്താ പ്രശ്നം? പോൺസ് ആൻഡ് ലേക്സ് ആർ എംപ്റ്റി. പോൺസ് ലേക്സ് ഒക്കെ കാലിയായിരിക്കുകയാണ്. ഇഫ് യു റെയിൻ ഐ വിൽ സെയിൽ പേപ്പർ ബോട്ട്സ്, സോനു സെഡ്. സോനു പറയാണ് ക്ലൗഡിനോടൊന്ന് മഴ പെയ്താൽ എനിക്ക് പേപ്പർ ബോട്ടൊക്കെ സെയിൽ ചെയ്യാമായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലൗഡ് എന്താ പറയുന്നത്? ഫ്രണ്ട്സ്, ഐ ആം ഓൺ ദ വേ. ദ ക്ലൗഡ് സ്മൈൽഡ്. ഞാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. Then the peacock spread its pretty feathers and danced in joyful rhythm. മഴ പെയ്യുമ്പോൾ നമ്മുടെ പീക്കോക്ക് അതിൻ്റെ തൂവലൊക്കെ വിരിച്ചു ഡാൻസ് ചെയ്യാൻ തുടങ്ങി. The pond was filled with rain. The fish was happy. Next, the farmer walked through the muddy fields. He happily started planting paddy. Sonu and his friends started playing in the puddles. Splish, splash, splosh. They jumped and leaped with cheerful shouts. നെക്സ്റ്റ്, ഇവിടെ ഒരു പിക്ചറും കൂടെ കൊടുത്തിട്ടുണ്ട്. ക്ലൗഡ് ഫിൽഡ് എവ്രിബഡി ഈസ് ഹേർട്ട് വിത്ത് ജോയ്. ഇറ്റ് മൂവ്ഡ് ഓൺ. അങ്ങനെ ക്ലൗഡ് എല്ലാവരുടെ മനസ്സും സന്തോഷിപ്പിച്ചുകൊണ്ട് പോയി. അപ്പോൾ ലാസ്റ്റ് നിങ്ങളൊരു പിക്ചർ വരച്ച് അതിനെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഇതിൽ റെയിൻബോ കൊടുത്തിട്ട് ഇങ്ങനെ അവസാനിപ്പിക്കാം. After the rain stopped, a bright rainbow appeared in the sky. All the children pointed at it with excitement. The cloud felt proud and floated away happily. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. The fields slowly turned green with fresh plants. The farmer smiled because his crops grew well. The cloud watched from above and felt very happy. ഇപ്പോൾ രണ്ട് രീതിയിൽ, കുട്ടികളുടെ നല്ല രീതിയിലോ അല്ലെങ്കിൽ ഫാർമർ എന്നുള്ള രീതിയിലോ നമുക്കിത് അവസാനിപ്പിക്കാം. നെക്സ്റ്റ്, ലെറ്റ് us explore the story. കഥയായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡിഡ് ദ പീകോക്ക് ഡു വെൻ ഇറ്റ് റെയിൻഡ്? Yes, the peacock spread its pretty feathers and danced in joyful rhythm. Why was the fish unhappy? Because the pool is dry. What is the farmer's problem? His crops are drying. അല്ലേ, ക്രോപ്സ് എല്ലാം വരണ്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഡൈയിങ്, മരിച്ചു പോവുകയാണ്. എന്ത് നമുക്കവിടെ പറയാം? What will Sonu do if it rains? He will sail paper boats. How did the cloud make everyone happy? The cloud rained. ക്ലൗഡ് എന്ത് ചെയ്തു? മഴ പെയ്യിപ്പിച്ചു. നെക്സ്റ്റ്, ഷോ യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ടു റെയിൻ. നിങ്ങളുടെ നന്ദി മഴയോട് പറയണം. അപ്പോൾ ദ റെയിൻ ഹെൽപ്ഡ് ഡിഫറെൻറ്റ്
creatures in many ways. Imagine how they would thank the rain. 2 examples are given for you. Now fill in the blanks for others. അപ്പോൾ ഓരോരുത്തരും മഴ വന്നപ്പോൾ എങ്ങനെയാണ് മഴക്ക് നന്ദി പറഞ്ഞതെന്ന് നോക്കണം. ഫാമർ, താങ്ക് യു റെയിൻ ഫോർ വാട്ടറിങ് മൈ ക്രോപ്സ്. എൻ്റെ ക്രോപ്സ് ഒക്കെ വാട്ടർ ചെയ്തതിന് നന്ദി എന്നാണ് ഫാമർ പറഞ്ഞിട്ടുണ്ടാവുക. ഫിഷ് എന്താ പറഞ്ഞിട്ടുണ്ടാവുക? താങ്ക് യു റെയിൻ ഫോർ ഫില്ലിങ് മൈ പൂൾ. വാട്ട് അബൌട്ട് ചിൽഡ്രൻ? താങ്ക് യു റെയിൻ ഫോർ മേക്കിംഗ് puddles for us to jump and play in. Peacock, thank you for your kind concern. Boy, thank you rain, now I can sail my paper boats in the ponds. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള നന്ദി വാക്ക്. നെക്സ്റ്റ്, you have come across the word shadow in the story. How many words can you make using the letters in the word? Make as many as possible and write them below. നിങ്ങൾക്ക് ആവുന്നത്ര വേർഡ്സ് ഷാഡോ എന്നുള്ള വാക്കിൽ നിന്നും ഉണ്ടാക്കണം. ഇപ്പോൾ ഷോ, വാഷ്, ഡാഷ്, ആഷ്, ഹാഡ്, സോ, വാഡ്, ഹൂ, ഹൗ, ഹാസ്, ഡു, സോ, ഇങ്ങനെ ഒരുപാട് വേർഡ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. നെക്സ്റ്റ്, ദ ഫോളോയിങ് ഈവൻറ്റ്സ് ഡിസ്ക്രൈബ് ദ ഹെൽപ്പിംഗ് ക്ലൗഡ്. ദേ ആർ ഇൻ റോങ് ഓർഡർ. പുട്ട് ദ സെൻറ്റൻസ് ഇൻ കറക്റ്റ് ഓർഡർ. അപ്പോൾ നിങ്ങൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിന് കറക്റ്റ് ഓർഡർ ആക്കണം. The peacock spread its pretty feathers. The farmer started planting paddy. The cloud filled everybody's heart with joy. The fish was happy. Sonu and his friends started playing in puddles. അപ്പോൾ നമ്മൾ ഇതിന് കറക്റ്റ് ഓർഡറിലാക്കിയാൽ the peacock spread its pretty feathers. The fish was happy. The farmer started planting paddy. Sonu and his friends started playing in the puddles. The cloud filled everybody's heart with joy. അങ്ങനെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. നൗ ലാസ്റ്റ് ആക്ടിവിറ്റി. തരുൺ സ്പെൻഡ്സ് ഹിസ് വെക്കേഷൻ നിയർ എ റിവർ. ഹെൽപ്പ് ഹിം റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ഹിസ് മെമ്മറബിൾ എക്സ്പീരിയൻസ്. എ ഫ്യൂ ക്ലൂസ് ആർ ഗിവൺ ബിലോ. ഇപ്പോൾ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. തരുണും അവൻ്റെ ഫ്രണ്ട്സും ആയിട്ടുള്ള വെക്കേഷൻ്റെ. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് എഴുതണം, ആ ഒരു ഡേനെ കുറിച്ച്. വാട്ട് എ പെർഫെക്റ്റ് ഡേ ഇറ്റ് വാസ്. ഐ പ്ലേഡ് വിത്ത് മൈ ഫ്രണ്ട്സ് നിയർ ദ റിവർ. ഇത്രയും കൊടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. വാട്ട് എ പെർഫെക്റ്റ് ഡേ ഇറ്റ് വാസ്. I played with my friends near the river. First, we had so much fun splashing and jumping in cool water. After that, we folded paper boats and raced them in river. We swam in river. Later, we all sailed in a boat. In the afternoon, we sat on the grass to paint the beautiful scenery. Then, we went to the sandy bank to build a giant sand castle. We wanted to help the earth, so we picked up all the wastes we found. Finally, when it got dark, we gathered around a glowing campfire to dance and sing. It was a wonderful vacation. So, ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. അപ്പോൾ ഇത്രയും ലെസൺസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. All the best for your new year. See you. Till then, bye bye and take care.